പാലക്കാട് എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയിൽ അഴിമതി ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മദ്യനയം മാറ്റിയെന്നും മന്ത്രി എം ബി രാജേഷ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല നിർമ്മിക്കുവാൻ മന്ത്രി ഉയർത്തിയ ചീട്ടുകൊട്ടാരം തകർന്നെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് മന്ത്രി ഉയർത്തിയ നുണകളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ അതറിഞ്ഞത് അവരപേക്ഷ നൽകി, ഒയാസിസ് കമ്പനി അപേക്ഷ നൽകി, ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഉണ്ടായത്. ഞങ്ങൾ അന്ന് ചോദിച്ചു, പാലക്കാടത്തെയും കേരളത്തിലെയും മറ്റ് മദ്യനിർമ്മാണശാലകൾ, ഒരു ഡിസ്റ്റിലറികളും ഇങ്ങനെ മദ്യനയം മാറി പുതിയ മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. പഞ്ചാബിലെയും മധ്യപ്രദേശിലെയും ഒരു കമ്പനി മാത്രമാണ് ഇത് അറിഞ്ഞത് എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കൊടുത്തതെന്നാണ്. എന്നാൽ അവർ 16/6/2003 കേരള വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷയിൽ, അതായത് ഈ പ്രോജക്റ്റിൽ വെള്ളം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു, ഇത് as per the Niti Aayog direction and state government invitation, we are desirous to set up a world class 500 KLPD capacity ethanol plant എന്നാണ്. അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് അവരിത് സ്ഥാപിക്കുന്നതെന്നാണ് 16/6/2023 വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ കാണിക്കുന്നത്. ഇവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് 2025 അനുമതി കൊടുക്കുന്നത്. 2023 ഇവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ക്ഷണപ്രകാരം, സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് ഞങ്ങളിത് കൊടുത്തിരിക്കുന്നതെന്ന്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം, മന്ത്രി പറഞ്ഞ വേറൊരു പച്ചക്കള്ളമുണ്ട്. കാരണം ഇവർക്ക് IOC ഇവിടെ അംഗീകാരം, കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയത് കൊണ്ടാണ് ഇത് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇവർ യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഈ അപേക്ഷ നൽകാനുള്ള കാരണമായി അവർ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവർ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അവർക്ക് IOCയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. We are enclosing here with the invitation of oil companies for signing expression of interest agreement with upcoming ethanol plants in the state of Kerala for supply of denatured anhydrous ethanol to oil marketing companies through e-tender for your kind reference. Accordingly, we have to satisfy two conditions to take part in e-tender എന്നാണ്. അതായത് ലാൻഡ് അവൈലബിലിറ്റിയും വാട്ടർ അവൈലബിലിറ്റിയും. ലാൻഡ് അവൈലബിലിറ്റി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ നേരത്തെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വാട്ടറാണ് വേണ്ടത്, ആ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. എന്തിനാണ് മന്ത്രി പറഞ്ഞത്? IOC അംഗീകാരം കൊടുത്തതിന്റെ പേരിലാണ് ഇവർക്ക് ഇവിടെ അംഗീകാരം കൊടുത്തതെന്നാണ്. IOC അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്. പച്ചക്കള്ളമല്ല മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അംഗീകാരം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് കൊടുത്തതെന്നാണ്. ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് 2023 ഈ കമ്പനി കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ കിട്ടിയിട്ടില്ലല്ലോ അവർക്ക്. ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടെന്നാണ്. അതായത് IOCയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. മദ്യനയം മാറിയത് ഒരു സ്വകാര്യ കമ്പനി മാത്രമാണ് അറിഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതെന്ന് ഒയാസിസ് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ജല അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. മദ്യനയം മാറുന്നതിന് മുമ്പ് കമ്പനിയുമായി ഡീൽ ഉണ്ടാക്കി. ഈ കമ്പനിക്ക് വേണ്ടിയാണ് സർക്കാർ മദ്യനയം മാറ്റിയത്. സർക്കാർ കമ്പനിയെ ക്ഷണിക്കും മുമ്പ് കമ്പനിക്ക് IOC അനുമതി ലഭിച്ചിട്ടില്ല. 2023 പദ്ധതിക്ക് വെള്ളം ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് കമ്പനി കത്ത് നൽകി. സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് കമ്പനി ആരംഭിക്കുന്നതെന്ന് കത്തിൽ പറഞ്ഞിരുന്നു.
കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്നതിന് മുമ്പ് സർക്കാർ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു. 2023 ജൂൺ 16-നാണ് കമ്പനി വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകിയത്. അതേ ദിവസം തന്നെ വാട്ടർ അതോറിറ്റി മറുപടി നൽകി. 2023-ൽ കേരളത്തിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ കമ്പനി IOCയിലും അപേക്ഷ നൽകി. കമ്പനിയും എക്സൈസ് മന്ത്രിയുമായി ഡീൽ നടന്നു. MP രാജേഷുമായി കെ കവിത ചർച്ച നടത്തിയെന്നും VD സതീശൻ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യന്റെയും സുരേഷ് ഗോപിയുടെയും പ്രസ്താവനകൾ അപക്വമാണെന്ന് VD സതീശൻ പറഞ്ഞു. ഉന്നത കുലജാതൻ പ്രസ്താവന നടത്തിയ സുരേഷ് ഗോപി ഏത് കാലത്താണ് ജീവിക്കുന്നത്? കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ പൈസ തരാമെന്നാണ് ജോർജ് കുര്യൻ പറയുന്നത്. അവരുടെ തറവാട്ടിൽ നിന്ന് പൈസ എടുത്തു തരുന്നത് പോലെയാണ് പറയുന്നത്. കേരളത്തോട് BJPക്ക് പുച്ഛമാണെന്നതിന് വേറെ തെളിവ് വേണ്ട. മുകേഷ് MLAക്കെതിരെ നടപടി അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെയെന്നും VD സതീശൻ പറഞ്ഞു. 2 കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവനയാണ്. ഒന്ന് ജോർജ് കുര്യൻ കേരളം പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാനാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന്. ഇവരുടെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്തിന് കിട്ടുന്നത്? നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഷെയറല്ലേ നമ്മൾ ചോദിക്കുന്നത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ അതിന്റെ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇവരുടെയൊക്കെ ധാരണ ഇവർ ഓരോ സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഔദാര്യമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അതുപോലെ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ മറ്റേ ട്രൈബൽ അഫയേഴ്സിന്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗം എത്ര ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ്. ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന അവരുടെ കേന്ദ്രത്തിന്റെ ആറ്റിറ്റ്യൂഡും BJPയുടെ ഒരു സമീപനവുമാണ്. കേരളത്തോട് പുച്ഛമാണ് അവർക്ക്. അതാണ് കാണിക്കുന്നത്.